ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു അടിപൊളി മിക്സഡ് അച്ചാർ ഉണ്ടാക്കിയാലോ. മമ്മിയുടെ സ്പെഷ്യൽ മിക്സഡ് അച്ചാർ. ഇതെല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും. നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്: 1/2 കിലോ ചെറുനാരങ്ങ മുറിച്ച് വേവിച്ച് വെച്ചതാണ്, പിന്നെ 1/2 കിലോ ഡേറ്റ്സ്, അതുപോലെ ലേശം ഉപ്പിട്ട് വെച്ചതാണ്, കുരു കളഞ്ഞിട്ട്. 1 കിലോ മാങ്ങ അരിഞ്ഞതാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നല്ലെണ്ണയാണ്. പിന്നെ അതുപോലെ തന്നെ ആവശ്യമായിട്ട് വരുന്നത് ഇഞ്ചി പേസ്റ്റ്, അതുപോലെ കായം പൊടിച്ചത്, പെരിഞ്ചീരകം പൊടിച്ചത്, നടുക കീറിയ വെളുത്തുള്ളി 1/4 കിലോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ കായം പൊടിച്ചത്, നമ്മൾ ചെപ്പ് വാങ്ങിച്ചേക്കാണ്, ചെറിയൊരു ചെപ്പാണത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് മുളക് പൊടിയാണ്, അത് കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ആവശ്യത്തിന് കടുക്. നമുക്ക് ഇത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ. വലിയൊരു പാൻ വെച്ചു. എന്നിട്ട് പാൻ ചൂടാവുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. പാൻ ചൂടായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു എണ്ണയെ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് എണ്ണയാണ് നമ്മൾ ചേർക്കുന്നത്. ഇതൊരു 1/4 കിലോൻ്റെ കുപ്പിയാണ്. അത് നമ്മൾ മുഴുവനും ചേർത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന്, നമ്മുടെ ആവശ്യത്തിന്, ചില ആൾക്കാർക്ക് കടുക് അധികം ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ 2 സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. പക്ഷെ നമ്മളിവിടെ ഒരു 4 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക്. നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടിയതിന് ശേഷമാണ് കേട്ടോ അടുത്ത് ഇടാൻ പാടുള്ളൂ. നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇലയും കൂടി അരച്ച് വെച്ചേക്കണം, ഒരു വലിയ കഷ്ണം. അത് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് കാഞ്ഞ് വരുമ്പോൾ, മൂത്ത് വരുമ്പോൾ ഒരു മണം വരും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ വെളുത്തുള്ളി, 1/4 കിലോ വെളുത്തുള്ളിയാണ്, അത് നടുക കീറിയതാണ്. ഗ്യാസിനൊക്കെ നല്ലതാണ് അച്ചാറിൽ. നമുക്ക് ചേർത്ത് കൊടുക്കാം. ദഹനത്തിനും ഗ്യാസിനൊക്കെ നല്ലതാണത്. നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ വറ്റൽമുളകുണ്ടല്ലോ, വറ്റൽമുളക് നമുക്ക് ഒരു 6 എണ്ണം പൊട്ടിച്ചിടാം. അതൊന്ന് നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പെരിഞ്ചീരകം പൊടിച്ചത്. അതൊരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ വയറിൻ്റെ അസ്വസ്ഥതകൾക്കൊക്കെ നല്ലതാണ് പെരിഞ്ചീരകം പൊടിച്ചത്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉലുവ പൊടിച്ചതാണ്. നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ച ഉലുവയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു 10 രൂപ വരെ ചെപ്പായിട്ട് കിട്ടും ഞങ്ങളുടെ അവിടെയൊക്കെ ഈ കായം പൊടിച്ചത്, അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്, അല്ലെങ്കിൽ ഈ മുളക് പൊടി കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ കാണിക്കാൻ പറ്റിയില്ല. അതെ, ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ സാധാരണ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചാണ് ചേർക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 4-5 സ്പൂണ് ചെറിയ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ മാങ്ങ എന്ന് പറയണത് നമ്മൾ ഒരു 3 മണിക്കൂർ മുന്നേ ഒരു 10 രൂപയുടെ അച്ചാർ പൊടി പാക്കറ്റ് പൊട്ടിച്ച് തിരുമ്പി ഉപ്പും കൂടി വെച്ചതാണ്. അത് നമുക്ക് നമ്മുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഡേറ്റ്സ് കുരു കളഞ്ഞിട്ട് കുറച്ച് ഉപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി നമ്മുടെ ഈ മാങ്ങയുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കിലോനുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതൊരു 3/4 കിലോ വരെയൊക്കെ എടുക്കാം. 1 കിലോ മാങ്ങയ്ക്കാണല്ലോ. അതുപോലെ തന്നെ ഈ ചെറുനാരങ്ങ തിളച്ച വെള്ളത്തിലിട്ടിട്ട് എടുത്തിട്ടുള്ളതാണ്, അതും അരിഞ്ഞ് ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഈ 3 എണ്ണത്തിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാ വശത്തേക്കും ആവത്തക്ക വിധത്തിൽ ഈ 4 കൂട്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ്, ഇത് ഓപ്ഷണലാണ്. നമുക്ക് പഞ്ചസാര, അത് 2 ടേബിൾ സ്പൂൺ ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെടും. ഡേറ്റ്സിന് മധുരം ഉണ്ട്, എന്നാലും ഇതും കൂടി ആവുമ്പോൾ, ആ ചൊറുക്കേര കൂടിയൊക്കെ ആവുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് നമ്മൾ ചൊറുക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്നും ചെയ്യുമ്പോൾ നമ്മൾ തീ കത്തിച്ചിട്ടില്ല, കാരണം എല്ലാം ഒരുവിധം വെന്ത് വന്നിട്ടുള്ളതാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും കഞ്ഞിയുടെ കൂടിയും അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് എല്ലാത്തിൻ്റെ കൂടെ ബിരിയാണി ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് കാണണം, ഉണ്ടാക്കി നോക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.